നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ പാരഡി പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ പാരഡി പാട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞു നിന്നതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കാം ഈ വിഷയം വളരെ സജീവമായി തന്നെ ആളുകളുടെ നാവിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം കേസെടുക്കാൻ, ഈ പാരഡി പാട്ടിൽ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. കേസെടുക്കാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിൽ കേസെടുക്കേണ്ട, ഇനിയുള്ള പരാതികളിലൊന്നും തന്നെ കേസെടുക്കേണ്ട, നിലവിൽ ഉള്ള പരാതിയിൽ തുടർ നടപടികൾ വേണ്ട എന്നുള്ളൊരു യു ടേണിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നത്. ദൗസർ, ഇതിപ്പം കേസ് നമ്മൾ പാരഡി പാട്ടിലൊക്കെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ തമാശയായിട്ടാണ് തോന്നിയിരുന്നത്. ഈ പാട്ട് എന്ന് പറയുന്നത് തന്നെ ഈ കേസെടുത്തതിന് ശേഷമാണെന്ന് തോന്നുന്നു ആളുകൾ കൂടുതലായിട്ട് ഇത് അറിയാൻ തുടങ്ങുകയും ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ഇത്രയും വിവാദമായതിനു ശേഷം ഇനി കേസ് മുന്നോട്ടൊന്നും കൊണ്ടുപോകണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് കൂടി എത്തുകയാണ്. എന്താണ് പാരഡി പാട്ടും കൊണ്ട് ഓടിയെന്നാണ് ഇപ്പോൾ പുതിയത് വന്നു തുടങ്ങിയിട്ടുണ്ട്. കേസും കൊണ്ട് ഓടിയേ എന്നുള്ളത്. പക്ഷേ ഇത് ഒറ്റ കാര്യം ആലോചിച്ചത്, ഇന്നലെ ഇത് കേസെടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം നമ്മളുടെ പരിചയത്തിലുള്ള CPM പ്രവർത്തകരോട് അല്ലെങ്കിൽ CPM അനുഭാവികളായിട്ടുള്ള ആളുകളോട് അവരിൽ ഒരാൾ പോലും, നമ്മൾ സംസാരിച്ച ഒരാൾ പോലും ഈ കേസെടുക്കാനുള്ള തീരുമാനം അതിനനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല എന്നല്ല, ആന മണ്ടത്തരം എന്നുള്ള നിലക്കാണ് അവരെല്ലാവരും സംസാരിച്ചത്. നമുക്ക് കുറേ അധികം ആളുകളോട് സംസാരിച്ച് ഞാൻ പറയുന്നില്ല, നമ്മൾ സംസാരിച്ച നമ്മുടെ പരിചിത വൃത്തത്തിലുള്ള CPMകാരായിട്ടുള്ള LDFകാരായിട്ടുള്ള ആളുകൾ അങ്ങേയറ്റത്തെ രോഷത്തോടും അമർഷത്തോടും കൂടിയാണ് അവർ ഈ സർക്കാരിൻ്റെ പോലീസിൻ്റെ ഈ തീരുമാനത്തെക്കുറിച്ച് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഷിതയ്ക്കും അതേ അനുഭവം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ, നമുക്ക് ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഒന്നും അതിന് വേണ്ടല്ലോ. ഇങ്ങനൊരു പാരഡി പാട്ട്, ജനങ്ങൾ മുഴുവൻ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാരഡി പാട്ട്, അതിനെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇടതുപക്ഷ സർക്കാർ എപ്പോഴാണെന്ന് പറയുക, ഇതേ ആഴ്ചയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് സിനിമ കാണിക്കാൻ സമ്മതിക്കുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞിട്ടല്ല, അതൊരു വസ്തുതയാണ്. അതിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഐഡിയ മുൻനിർത്തിയാണല്ലോ നമ്മളതിനെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ എതിർക്കുന്നത്. അതേ സർക്കാർ ഒരു പാരഡി പാട്ട്, ആളുകൾ ആസ്വദിച്ച് കേൾക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു പാരഡി പാട്ട്, അതിനെതിരെ കേസെടുക്കുക മാത്രമല്ല, ചുമത്തിയിരിക്കുന്നതാണ് മതവിദ്വേഷം ഉണ്ടാക്കുകയാണ്. എന്താ ഈ പറയുന്നത്? അവിടെ സ്വർണ്ണക്കൊള്ള നടന്നു എന്നതിനെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു പാട്ട്, അതെങ്ങനെയാണ് മതവിദ്വേഷം ഉണ്ടാക്കുന്നതാകുക? പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വിശേഷം, ആഭ്യന്തര വകുപ്പിന് ശേഷം ഈ മതവിദ്വേഷ വകുപ്പുകൾ വ്യാപകമായി ചുമത്തുകയാണല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു, കോഴിക്കോട് സ്റ്റാർബക്സ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കോഫി നെറ്റ്വർക്കിൽപ്പെട്ട ഒരു കോഫി ഷോപ്പാണ്. അത് ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കോഫി ഷോപ്പാണ്. ഈ ഗസയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഇസ്രായേലുമായിട്ട് ബന്ധമുള്ള കോഫി ഷോപ്പ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികൾ അതിൻ്റെ പരിസരത്ത് പോസ്റ്റർ ഒട്ടിച്ചതിനെതിരെ മതവിദ്വേഷം ചുമത്തിയിട്ട് കേസെടുത്തിട്ടുണ്ട് ഈ സർക്കാർ. കുറ്റ്യാടിയിൽ ഈ BJPയുടെ CAA വിശദീകരണ യോഗം നടക്കുന്ന ദിവസം അവിടെ വ്യാപാരികൾ കടകളടച്ചു. ഈ കടകൾ അടച്ച വ്യാപാരികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതും മതവിദ്വേഷമാണ്. ഇതെന്താ ഈ BJPയുടെ പൊതുയോഗവും കടകളടക്കലും, ഇതിലെവിടെയാണ് മതം വരുന്നത്? സ്റ്റാർബക്സിലെവിടെയാണ് മതം വരുന്നത്? ഈ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. വ്യാപകമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. CAA പ്രൊട്ടസ്റ്റിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ വകുപ്പുകൾ ഉപയോഗിച്ചിട്ട് കേസെടുത്തിട്ടുണ്ട്. അതേസമയം യഥാർത്ഥത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ നമ്മൾ കാണുന്ന മുഖ്യമന്ത്രിയുടെ കാറിലാണ്. അവർക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് മാലയിട്ട് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു വൈപരീത്യം എവിടെയുണ്ട്? അപ്പോൾ ഈ പോലീസ് ഇങ്ങനെ പെരുമാറുന്നതിനെക്കുറിച്ച് പരാതികൾ ഉയരുമ്പം ചില ആളുകൾ ചുരുങ്ങിയത് സൈബർ സ്പേസിലെങ്കിലും CPMനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെഴുതുന്ന കാര്യം അതെല്ലാം പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളെങ്ങനെയാണ് പറയുക, പോലീസ് ചെയ്യുന്നതല്ലേ, പോലീസ് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ എന്നുള്ളതാണ്. പോലീസിന് മേലെ ഈ സർക്കാരിന് നല്ല നിയന്ത്രണമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ്. കാരണം ഒരു നിലക്കും സാധൂകരിക്കാൻ പറ്റാത്ത ഒരു വകുപ്പ് ഇട്ടിട്ട് ഇതിനെതിരെ കേസെടുത്തിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? പോലീസ് ഫുൾ കൺട്രോളിലാണെന്നുള്ളതാണ്. അല്ലാതെ പോലീസുകാർ ഈ ജാതി മടയത്തിനും ചെയ്യില്ലല്ലോ. പോലീസ് സർക്കാരിൻ്റെ ഫുൾ കൺട്രോളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നു, കേസെടുക്കുന്നു, മെറ്റയ്ക്ക് കത്തയക്കുന്നു. 240 അക്കൗണ്ടുകളിൽ നിന്ന് ഈ പാട്ട് റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഈ ആളുകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് ഇത് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഈ ആശയം ഇല്ലാണ്ടാവും.
അപ്പം വിജയമാഷ് പറഞ്ഞത് നിരന്തരം ഉദ്ധരിക്കപ്പെടാറുള്ളതാണ്. നിങ്ങളൊരു ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്താക്കിയാൽ കുട്ടിയെ പുറത്തു പോകുന്നുള്ളൂ, ചോദ്യം അവിടെ തന്നെ ഉണ്ടാവും. പിണറായി വിജയൻ്റെ പോലീസ് ഈ അക്കൗണ്ടുകൾ റിമൂവ് ചെയ്തുകൊണ്ട് ഈ പാട്ടിനെതിരെ കേസെടുത്തുകൊണ്ട് പാട്ടോ പാട്ടിലെ വരികളോ ആ പാട്ടിലെ ആശയങ്ങളോ ഇല്ലാതാവുന്നില്ല. ആ പാട്ടിലൂടെ ആ പാട്ടുകാരൻ എന്താണ് ഉദ്ദേശിച്ചത് അത് അതിനേക്കാൾ 10 മടങ്ങ് മുഴക്കത്തിൽ, 10 മടങ്ങല്ല 1000 മടങ്ങ് മുഴക്കത്തിൽ ഈ സമൂഹത്തിൽ പ്രതിധ്വനിക്കുകയുള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാൻ പോലും ഈ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നത് അതിവിചിത്രമായുള്ള കാര്യമാണ്. എഗൻ വീണ്ടും സംഭവിക്കുന്നു എല്ലാം കേസ്. ഇതിൽ ആവേശം കാണിച്ചത് നമ്മുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. രാജു എബ്രഹാമാണ് ഇതുമായിട്ട് അവിടെ നിന്നുള്ള ഒരാളാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്ത ആളുടെ സഹോദരൻ CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്. അപ്പോൾ പരാതിയൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് എല്ലാവർക്കും, അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പരാതി കൊടുത്ത് ഉടനെ തന്നെ രാജു എബ്രഹാം പ്രത്യക്ഷപ്പെടുന്നു. അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേയറ്റം വ്രണിത ഹൃദയനായിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുന്നു. ഉടൻ തന്നെ നിയമോപദേശം ലഭിക്കുന്നു, കേസെടുക്കുന്നു. പാട്ടുകാരൻ, പാട്ടെഴുതിയവൻ, പാടിയവൻ, മ്യൂസിക് ചെയ്തവൻ, റെക്കോർഡ് സ്റ്റുഡിയോ എല്ലാവരും പ്രതികളാവുന്നു. ആ ഒരു ലോജിക്ക് വെച്ച് ആ പാട്ട് ഷെയർ ചെയ്തവരൊക്കെ പ്രതികളാണോ, അത് പാടിക്കൊണ്ടിരിക്കുന്നതെല്ലാം പ്രതികളാണെന്ന് കേരളം മൊത്തം ഒരു ജയിലാക്കേണ്ടി വരുന്ന അവസ്ഥ വരും. അപ്പോൾ മണ്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അധികാരമാണ് എന്ന് ഒരു കൂട്ടർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് പറഞ്ഞ പോലെ ഒരു മണ്ടത്തരം തീരുമാനം തന്നെയല്ലേ പറയാൻ പറ്റും. ഒരു കേസ് എടുക്കുക ഇതിനു വേണ്ടി. നമ്മളൊക്കെ എത്രയോ പാട്ടുകൾ ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ പാരഡി പാട്ടുകൾ. പാരഡി എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ആക്ഷേപഹാസ്യമൊക്കെ വരുന്ന സംഗതിയാണല്ലോ പാരഡി പാട്ടുകളൊക്കെ വരുന്നത്. ഇതൊരുപാട് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനൊരു കേസ് എടുക്കരുത് എന്നുള്ളൊരു ബോധമുള്ള ആരും ഇല്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഒരു ബാലപാഠെന്ന് പറയുന്നത്, നമ്മളൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു പുലി വന്നു, ഒരു കടുവ വന്നു. നമുക്ക് ആകെ ചെയ്യാനുള്ളത് പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളവിടെ പേടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ പിന്നെ ചെയ്യുന്ന എല്ലാം മണ്ടത്തരായിരിക്കും. നമ്മൾ ചകിതരായി ഭയന്ന് പോയി കണ്ടാൽ പിന്നെ എല്ലാം മണ്ടത്തരായി നമ്മളെ കടുവ പിടിച്ച് തിന്നും, ഉറപ്പാണ്. ഭയക്കാതിരുന്നാൽ നമ്മുടെ ലോജിക്ക്, നമ്മുടെ ചിന്താ ബുദ്ധിയൊക്കെ കറക്റ്റാവും. ഒരു തദ്ദേശത്തോടുണ്ട് ഇപ്പോൾ വലിയ തിരിച്ചടി എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല, ഒരു ചെറിയ തിരിച്ചടി നേരിട്ടപ്പോഴത്തേക്കും ഭരണകൂടം CPM ഭയചകിതരായിപ്പോയി. പിന്നെ ചെയ്യുന്നതെല്ലാം മണ്ടത്തരാണ്. കാരണം പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കലും CPM-ന് ഒരു അലോസരം ഉണ്ടാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് മൈൻഡേ ചെയ്തിട്ടില്ല CPM-ന് അത് ബാധിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിനെതിരെ ആ പാട്ടിനെതിരെ വിമർശനം ഉണ്ടാകുമായിരുന്നു, അതങ്ങനെ ഉപയോഗിക്കരുതെന്നെങ്കിലും പറയുമായിരുന്നു. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമായിരുന്നു. അയ്യപ്പൻ്റെ പേര് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പുകാരൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുക്കാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാമായിരുന്നു, കൊടുത്തിട്ടില്ല. എന്നിട്ട് തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞിട്ട് ഇതാണ് തോൽപ്പിച്ചത് എന്ന ഒരു സോഷ്യൽ മീഡിയ പ്രചാരണം വന്നു. ഈ പാട്ടാണ് തോൽപ്പിച്ചത് എന്ന സോഷ്യൽ മീഡിയ പ്രചാരണം വരുമ്പോൾ എന്താണ് പറയുക, ബുദ്ധിശൂന്യമായ നടപടികളുമായി CPM മുന്നോട്ട് പോവാണ്. ബുദ്ധിശൂന്യത എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ എന്താണ് പരാതി, എങ്ങനെയാണ് പരാതി കൊടുക്കുക? അത് ആ ബുദ്ധിശൂന്യത ഉണ്ടാവുന്നത് വേറൊരു ബുദ്ധിയിൽ നിന്നാണ്. ആ ബുദ്ധിയെക്കുറിച്ച് ഇന്ന് മാധ്യമത്തിലെ കാർട്ടൂണിസ്റ്റ് രാകേഷ് ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. ഗോവിന്ദ മാഷ് രാജീവ് ചന്ദ്രശേഖരോട് പറയുകയാണ്, ഈ പാട്ട് എഴുതിയ ആളുടെ പേര് നോക്കിയിട്ടെങ്കിലും നിങ്ങളുടെ വികാരം ഒന്ന് വ്രണപ്പെടൂ എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സംഘപരിവാർ ചാണകത്തിലും മനുഷ്യമലത്തിൽ പോലും വർഗീയത തരുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയും RV ബാബുവും പോലും എന്ത് ചെയ്തിട്ടില്ല. RV ബാബു പരസ്യമായിട്ട് പറഞ്ഞു ഇതിലൊരു പ്രശ്നമില്ല, ഇതിൽ വ്രണപ്പെടാനൊന്നുമില്ല എന്ന് RV ബാബു പറഞ്ഞു. ശശികല പോലും മിണ്ടുന്നില്ല. ആരും ഒന്നും സംഘപരിവാർ നിശബ്ദമായിരിക്കുകയാണ് അതിനെക്കുറിച്ച്. അവർക്ക് എന്തെങ്കിലും ഒരു സൂചിപ്പഴുത് കിട്ടിയാൽ അതിൽ വർഗീയത കടത്തിവിടുന്ന ആളുകളാണ് സംഘപരിവാർ. അവരതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്നിട്ട് രാജു എബ്രഹാം വന്നിട്ട് പറയുകയാണ്, ഒന്ന് വ്രണപ്പെടൂ പ്ലീസ്, ഇനി നിങ്ങൾ വ്രണപ്പെടില്ലെങ്കിൽ ഞങ്ങളൊരു പോലീസ് കേസ് എടുത്തു തരാം, എന്നിട്ടെങ്കിലും വ്രണപ്പെടൂ എന്ന് പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അവസാനത്തെ കച്ചിത്തുരുമ്പും, അതായത് ഈ പറയുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തിൻ്റെ അവസാനത്തെ ആയുധവും എടുത്ത് പ്രയോഗിച്ച് നോക്കുകയാണ് CPM. കഴിഞ്ഞ 2019 മുതൽ അവർ പല ഘട്ടങ്ങളിൽ പ്രയോഗിച്ച് വന്ന് അവസാനത്തെ ആവനാഴിൽ അവസാനത്തെ അമ്പെടുത്ത് പ്രയോഗിക്കുകയാണ്. ഇനി എന്തെടുത്ത് പ്രയോഗിക്കും? അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് മതവികാരം വ്രണപ്പെടുത്താൻ നോക്കുകയാണ് CPM ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരെന്തായത് എടുത്ത് പ്രയോഗിക്കും? ശബരിമല ഇനി പറയാൻ പറ്റില്ല. ഈ പറയുന്ന ധ്രുവീകരണ രാഷ്ട്രീയം, ന്യൂനപക്ഷങ്ങളെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള രാഷ്ട്രീയം ഇനി പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് നിന്നൊക്കെ അതിലും വലിയ ഭീകരമായ തിരിച്ചടി ഉണ്ടാവും. ഇനി വെള്ളാപ്പള്ളി അഴിച്ചുവിടാൻ പറ്റുമോ? ഇനി വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു, ഞാൻ വർഗീയത അല്ല പറയുന്നത്, ഞാൻ ലീഗിനെ വിമർശിക്കുന്നു പറഞ്ഞു. ഇനി എങ്ങനെയാണ് ലീഗിനെ വിമർശിക്കാൻ പറ്റുള്ളൂ? ലീഗിനെ വിമർശിക്കാൻ വെള്ളാപ്പള്ളിയേക്കാൾ നല്ല CPM തന്നെയല്ലേ രാഷ്ട്രീയ വിമർശിച്ചൂടെ? അപ്പോൾ ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ വിമർശനമാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു, ഞാൻ വർഗീയത പറയുന്നില്ല, എന്നെ എല്ലാവരും ചേർന്ന്, എല്ലാ വല്ലപലാദികളും ചേർന്ന് എന്നെ വർഗീയവാദി എന്ന് വിളിക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി പറയാണ്. ഇനിയിപ്പോൾ ആരഴിച്ചു വിടും? ഇനി എന്താ ആയുധമുണ്ട് CPM-ൻ്റെ മുമ്പിൽ അടുത്ത ഇലക്ഷനിലേക്ക്? 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസനം മാത്രം പറഞ്ഞ് ഇനി വോട്ട് പിടിക്കാൻ പറ്റുമോ? അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെയ്തുകൂടായിരുന്നോ? 2000 രൂപ പെൻഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു, അത് പ്രചരിപ്പിച്ചുകൂടായിരുന്നു?
ഞങ്ങൾ ചെയ്യുന്ന നല്ല ഞങ്ങൾ ഹൈവേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, 2026 അത് പൂർത്തിയാക്കും, കേരളം മാറാൻ പോവുകയാണ്, ഇത് പറഞ്ഞുകൂടായിരുന്നു? ഈ ഹൈവേ കടന്നു പോകുന്നിടത്ത് ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഒട്ടുമിക്ക ജില്ലകളിലൂടെ കടന്നു പോകണ്ടല്ലോ. ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കുകയാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഹൈവേ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ മനുഷ്യർക്ക് ഫീൽ ചെയ്യും. അത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണോ അവരാണ് ചെയ്യുന്നത്, അതിനൊക്കപ്പുറം അത് യാഥാർത്ഥ്യമാക്കിയ ഒരു സർക്കാരാണ്. ഞങ്ങൾക്ക് അവർക്ക് പറയാമല്ലോ 2026 ഇത് പൂർത്തിയാവും. അത് പൂർത്തിയാവുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ 3ാം പിണറായി വിജയൻ സർക്കാരിന് ഒരു അവസരം കൂടി തരൂ. അതിനുവേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറയാമല്ലോ. ഇതൊന്നും പറയാതെ ഈ ജാതി കുനിഷ്ടും കുന്നായ്മയും വർഗീയതയും ധ്രുവീകരണവും അഴിച്ചുവിട്ട് അതിൻ്റെ അവസാനത്തെ അമ്പും എടുത്ത് പ്രയോഗിക്കുന്നതാണ് നമ്മൾ ഈ പാരഡി കാണുന്നത്. ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ തിരിച്ചടിക്ക് ചകിതരായി മാറി ബുദ്ധിശൂന്യത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇത്തരം സന്ദർഭങ്ങളിൽ പാർട്ടിയെ ഉപദേശിക്കേണ്ട ആളുകൾ ഇതിൻ്റെയൊക്കെ ബുദ്ധി എവിടെ നിന്നാണ് വന്നത് നമ്മൾ ആലോചിക്കണം. പാർട്ടിയുടെ ഒരു ഇൻ്റലിജൻസ് ആരെയാണിപ്പോൾ? പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന, പാർട്ടിയുടെ ഇലക്ട്രൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ ബുദ്ധിജീവി വിഭാഗം ആരാണ്? അങ്ങനെയൊന്നില്ലപ്പോൾ. അങ്ങനെ ഉണ്ടായിരുന്നൊരു പാർട്ടിയാണത്. അതിന് ഈ പുകസ എന്ന പുരോഗമന കലാസാഹിത്യം പുത്തലത്ത് ദിനേശൻ്റെ ലേഖനങ്ങൾ വായിക്കാറില്ല, അതിൻ്റെ കുഴപ്പമാണ്. പ്ലീസ്, ഞാൻ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് അങ്ങനെയില്ല. ഈ ബുദ്ധിജീവി വിഭാഗം എന്ന് പറയുന്നത് അവർ വേറെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ഖാദർ പാലാഴി ഫേസ്ബുക്കിൽ പറഞ്ഞതുപോലെ ഉള്ളത് കുറേ ഗുണഭോക്തൃ ബുദ്ധിജീവികളാണ്. ഗുണഭോക്തൃ ബെനിഫിഷ്യറി ഇൻ്റലക്ച്വൽസ് എന്ന് പറയാവുന്ന ആളുകളേ ഉള്ളൂ. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർക്കാരിന് പറ്റുന്ന സകല വീഴ്ചകളെയും ന്യായീകരിച്ച് മെഴുകുക. അല്ല, ഇതിൽ ഒരു സമസ്യ അറിയാം. ഇന്നലെ കേസെടുത്തതിനെ ന്യായീകരിച്ച ആളുകൾ ഇന്നെന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് ഏത് വിധേനയും സർക്കാർ ചെയ്യുന്നതൊക്കെ ന്യായീകരിക്കുക. പിണറായി വിജയനെ ഒരു വിധേനയും വിമർശിക്കാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണതൊന്നും നമ്മൾ പറയുന്നില്ല, ആരുടെ ബുദ്ധിയാണല്ലോ, അതിനൊന്നും വിമർശിക്കാതിരിക്കുക. അങ്ങനെ പാർട്ടിയെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തി അങ്ങനെ ഒരു പാർട്ടി നിൽക്കില്ല. ഇത് CPM മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ കോൺഗ്രസ് ഒരു അധികാരത്തിൽ വരികയാണെന്നിരിക്കട്ടെ, UDF അവർ ചെയ്യുന്ന എന്തൊരു തെറ്റായ പ്രവർത്തനത്തെ വിമർശിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ പാർട്ടിയിൽ ഉണ്ടായാലോ? കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനകത്ത് തന്നെ ഗ്രൂപ്പിസം കൊണ്ടെങ്കിലും മറ്റുള്ളവർ വിമർശിക്കുന്നത് ശരിയായില്ല എന്ന് പറയും. ഇപ്പോൾ ബാറുകളുടെ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഇതൊരു സുധീരണം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നമുക്ക് തന്നെ തോന്നി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. നമുക്ക് നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാട്ട് ആരും ഇല്ലാത്ത അവസ്ഥ എന്താണ്? അതാണ് ഈ 10 വർഷമായിട്ട് പാർട്ടിക്ക് സംഭവിക്കുന്നത്, സർക്കാരിന് സംഭവിക്കുന്നത്. ആരും പറയാനില്ല, ആർക്കും പേടിയാണ് പറയാൻ. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ എന്തോ ഒരു വിമർശനം ഉണ്ടായെന്ന് വാർത്ത വന്നു. എന്തായിരുന്നത്? ഈ VC നിയമനത്തിൽ. അതുപോലും അങ്ങനെ ഞങ്ങൾ വിമർശിക്കാനുണ്ട്, ഞങ്ങൾ വിമർശനമൊന്നും അല്ലാതെ ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞു, അത് ഞാൻ എൻ്റെ തോന്നിയ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മറുപടി തീർന്നു. അത്രയേ ഉള്ളൂ ആ വിമർശനം. അതുപോലും വാർത്തയാവുന്ന കാലമാണ്. ഏത് ഒരു മുഖ്യമന്ത്രിയെ സെക്രട്ടറിയിൽ വന്നിട്ട് അത് പറ്റിയില്ല എന്ന് പറഞ്ഞത് വാർത്ത ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാർത്ത വരുന്നത്. അപ്പോൾ സ്വയം വിമർശനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. അതില്ലാണ്ടായി. അങ്ങനെ വിമർശനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ പരിശോധിക്കും എന്ന് പറയുന്നതല്ലാതെ സ്വയം വിമർശനം നടക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇത് അതിൻ്റെ ഒരു അനിവാര്യമായ പതനത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.